ചുണക്കുട്ടികൾ കിഴക്കേടത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ വാ. ഇടയ്ക്ക് ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിലും, അതായത് പുള്ളിക്കെതിരെ പുള്ളി ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കുറെ പുരോഗമന തെറ്റാണെന്നാണ് ഞാനും പറഞ്ഞത്. കാരണം അയാൾ ആത്മഹത്യകൾ ചെയ്യാറുണ്ട്. ബോഡി പുല്ലേ എന്ന് പറയുന്നുണ്ട്. നീ കൊണ്ടൊന്ന് യൂട്യൂബിൽ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നു. നമ്മുടെ തന്നെ ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു അറക്കല. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു അറക്കല. കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ്. വാ തുറന്നാൽ അവൾ പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എവളാണ് ഈ അക്ഷരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരിയോയിൽ ഒഴിച്ച് വിഷം വിറ്റ് ജീവിക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. തേങ്ങയായാലും കുഴപ്പമില്ല. അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസ്ഥാനം പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പോകുന്ന ശാന്തുള്ള ദിനേശിന്റെ വീട്ടിലേക്കാണ്. എന്റെ അവിടെ നിന്ന് എഴുതിയേ പോകുള്ളായിരുന്നു. നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാണായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും കൂടെ തകർക്കായിരുന്നല്ലോ. ഞാൻ കാലിനെ തല്ലി പിടിക്കില്ലേ. എനിക്ക് പാറു എന്ന് പറഞ്ഞൊരു നായുണ്ട്. ഞാനും അവളും മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട. അവളെ രണ്ടിന്റെ കാലിനെ ഞാൻ തല്ലി പിടിക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. എഴഞ്ഞു പോയനെ മുഖത്ത് മഷി ഒഴുകി. മഷിയല്ല, തേങ്ങ ഒഴുകി. അവളെ അച്ഛൻ ഒരു ജന്മം ചിരിക്കണം. ഈ പറഞ്ഞവളേക്ക് തന്തമാര് ഒരു ജന്മം കൂടെ ചെയ്യും. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവര് പുല്ലടാ പുല്ല്. എന്റെ അച്ഛനുണ്ട്. ഏതോ മുത്തുച്ചമ്മയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ ഞാൻ ബാസ്റ്റേഡാടാ പറ്റി. തന്തേക്കാൾ മോശം അതെനിക്കറിയില്ല. തന്തേക്കാളും മോശം. തന്തയ്ക്കൊരു കൈക്കൂറ്റൊക്കെ പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. തന്തേക്കാൾ മോശം അതെനിക്കറിയില്ല. തന്തേക്കാളും മോശം. തന്തയ്ക്കൊരു കൈക്കൂറ്റൊക്കെ പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുള്ള ഉണ്ടാക്കിയത്. അത്രേ ഞാൻ പറഞ്ഞു. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം.